പാചകം അറിയാവുന്ന ആളിനെ മാത്രമേ എൻ്റെ മോള് കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് രാഗിണി പറയുമ്പോൾ അത് ശരിവെക്കുകയാണ് ചാരുലതയും. അതെ, അച്ഛനെ പോലെ ഒരു കുക്കിനെ തന്നെ. പാചകം മാത്രം ഇങ്ങനെ പോലെ മതി, സ്വഭാവം ഇതേപോലെ വേണ്ട, കുറച്ചുകൂടി ആണത്വം വേണം എന്ന് പറയുകയാണ് രാഗിണി. അതേസമയം അച്ഛൻ ഇരുന്ന് കഴിക്കാൻ പറയുകയാണ് ജയലാൽ. ഗംഗാധരൻ പറയുകയാണ് വേണ്ട വേണ്ട, എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കഴിക്കുന്നുള്ളൂ. എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്നതാണ് എൻ്റെ ഒരു തൃപ്തി. രാഗിണി ചോദിക്കുകയാണ് മോള് പാസ് മാർക്ക് തന്നല്ലോ, പിന്നെ ഇരുന്ന് കഴിച്ചാൽ എന്താ? നാണിച്ച് ഗംഗാധരൻ പറയുകയാണ് രാഗം ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഇയാൾ ഇരുന്നാൽ മതിയെന്ന് പറയുകയാണ് രാഗിണി. ജയലാലിനോട് ചാരുലത ചോദിക്കുകയാണ് ജയേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് പാചകമൊക്കെ അറിയാമോ? അത്യാവശ്യം പാചകമൊക്കെ അറിയാമെന്ന് ജയലാൽ പറയുമ്പോൾ രാഗിണി പറയുകയാണ് അത്യാവശ്യമൊന്നും പോരാ, ഇങ്ങേര് വീട്ടിലില്ലാത്തപ്പോൾ അവളായിരിക്കും അടുക്കളക്കാരി. ജയലാൽ ചോദിക്കുകയാണ് അപ്പോൾ ഇവളെ കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടിലും ആകെ കുഴയുമല്ലോ, ഇവൾ പാചകം പഠിക്കാതിരുന്നാൽ പിന്നെ എന്തോ ചെയ്യും? നേരം ഗംഗാധരൻ തന്റെ സംശയം ചോദിക്കുകയാണ് അല്ല രാഗം, നമ്മൾ വാശി പിടിക്കുന്നത് പോലെ ഒരാണിനെ തന്നെ നമുക്ക് ഇവൾക്ക് വേണ്ടി കിട്ടുമോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയില്ലെങ്കിലേ കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ കഴിയുമെന്ന് പറയുകയാണ് ചാരുലത. അതാണ് എന്റെയും തീരുമാനം, മോൾക്ക് യോജിച്ച ഒരു പയ്യൻ വരുന്നത് വരെ മോൾ ഇവിടെ കാണും എന്ന് പറയുകയാണ് രാഗിണിയും. എന്തായാലും നമ്മുടെ 4 മക്കളിൽ അമ്മയെ അതുപോലെ പകർത്തുന്നത് ഇവളാണ് ചാരുമോൾ എന്ന് പറയുകയാണ് ഗംഗാധരൻ. എല്ലാ മക്കളും എന്നെ തന്നെയാണ് പകർത്തുന്നത്, അല്ലാതെ നിങ്ങളെ അല്ല. ഞാൻ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മക്കളോട് പറയാറുണ്ട് അമ്മയെ അനുസരിച്ച് ജീവിക്കണമെന്ന്, എന്നെ അനുസരിക്കണമെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലൊട്ട് അവർ കേൾക്കാനും പോകുന്നില്ലെന്ന് പറയുകയാണ് രാഗിണി. അന്നേരം ചാരുലത ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ശേഷം എങ്ങോട്ടെങ്കിലും ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ജയേട്ടാ? ഇത് കേട്ട് ദേഷ്യപ്പെട്ട് രാഗിണി പറയുകയാണ് ഹണിമൂൺ ട്രിപ്പ് അങ്ങനെ യാതൊരുവിധ ഏർപ്പാടുകളും ഇവിടെ വേണ്ട. അമ്പലം, വീട് അങ്ങനെ കഴിഞ്ഞാൽ മതി. എന്ന് വച്ചാൽ വീട് വിട്ട് പുറത്തു പോകുന്നത് അമ്പലത്തിലേക്കായിരിക്കണം എന്നർത്ഥം. ഒന്നാമതേ പേരുദോഷം കേൾപ്പിച്ച ഒരുത്തിയാണ്. അത് കേട്ട് ജയലാൽ ചോദിക്കുകയാണ് അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനല്ല അങ്ങനെ പറഞ്ഞത്, സുകുമാരൻ ജ്യോത്സ്യരാണ്, അതിലെന്തോ കാര്യമുണ്ട്. പിന്നെ മോളെ, ആ പെണ്ണ് ഇവന്റെ അസ്ഥിയിൽ കയറി പിടിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ അന്വേഷണമൊന്നും നടത്തിയില്ല. അത് കേട്ട് ചാരുലത ചോദിക്കുകയാണ് എന്റെ അടുത്ത നാത്തൂൻ ഇവിടെ വാഴത്തില്ലയോ ചേട്ടാ? ഗംഗാധരൻ പറയുകയാണ് ഞാനും ആ കൊച്ചിനെ കണ്ടതാണല്ലോ, രാഗത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ആ പെങ്കൊച്ച് ഇവിടെ അടങ്ങിയും ഒതുങ്ങിയും കഴിയുന്ന കൂട്ടത്തിലുള്ളത് തന്നെയാണ്. രാഗിണി പറയുകയാണ് അങ്ങനെ കഴിഞ്ഞാൽ അവന് കൊള്ളാം, ഇവനും. കയറി വരുന്നവൾ മറ്റവളെ പോലെയാണെങ്കിൽ ഇവന്റെ നടുംപുറം നോക്കി ഞാൻ അടിക്കും. പിന്നീട് ബുള്ളറ്റിന്റെ മുകളിൽ കിടക്കുന്ന ജഗന്റെ അടുത്തേക്ക് ബിനു വന്നിട്ട് ചോദിക്കുകയാണ് അണ്ണാ, കുറച്ചു നേരമായല്ലോ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് പോകണ്ടേ? പോയിട്ട് എന്തെടുക്കാനാ, ഇവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട്. അന്നേരം ബിനുവിന്റെ ഫോണിലേക്ക് ദിയ വിളിക്കുകയാണ്. ജഗൻ ശ്രദ്ധിക്കുമ്പോൾ ബിനു പറയുകയാണ് എന്റെ ഒരു കക്ഷിയാണണ്ണ എന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുകയാണ്. എവിടെയാണെന്ന് ദിയ ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ് ഞങ്ങൾ ചേച്ചിയുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട്, അണ്ണൻ ചേച്ചിയെ ഓർത്തോണ്ട് ഇവിടെ കിടക്കുകയാണ്, ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ ബിനു പറയുകയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ചേച്ചിയുടെ വീടിന്റെ പരിസരത്തൊക്കെ വരുന്നുണ്ട്. എന്തിനെന്ന് ചോദിക്കുകയാണ് ദിയ. അത് വെറുതെ വരുന്നതാണ്, അങ്ങനെ വരുമ്പോഴാണല്ലോ അന്ന് ഞണ്ട് സജിയെ പിടിച്ചത്. ഇന്ന് വരുമ്പോൾ ഞാനൊരു സിഗ്നൽ തരാം, ആ സമയത്ത് ചേച്ചിക്കൊന്ന് പുറത്തു വരാനായിട്ട് പറ്റുമോ? അയ്യോ അതൊക്കെ റിസ്ക് ആണെന്ന് പറയുമ്പോൾ ബിനു പറയുകയാണ് സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി കുറച്ചൊക്കെ റിസ്ക് എടുക്ക് ചേച്ചി. ദിയ പറയുകയാണ് നീ വിചാരിക്കുന്ന പോലൊരു സ്നേഹമല്ല നമ്മുടേത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും സ്നേഹമുണ്ടല്ലോ, കാണാൻ ആഗ്രഹമുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്ക്, ഇന്ന് ഉറപ്പായിട്ടും ഞാനും അണ്ണനും അവിടേക്ക് വന്നിരിക്കും, സിഗ്നലും തന്നിരിക്കും. ആ സമയത്ത് ചേച്ചി സുന്ദരിയായിട്ട് നിന്നാൽ മതി. ഫോൺ വെച്ച് വന്ന ബിനുവിനോട് ജഗൻ ചോദിക്കുകയാണ് ആരാടാ പുതിയ കക്ഷി? അത് ഒരു മണിക്കുട്ടി. ഇങ്ങനെ ഓരോരുത്തർ വരും, എന്നാൽ അണ്ണന്റെ കാര്യം ഇങ്ങനെയല്ല, കയറി പിടിച്ചിരിക്കുന്നത് നല്ലൊരു പുളിങ്കൊമ്പിലാണ്. എന്നാ ഇന്ന് മിക്കവാറും നിങ്ങൾ തമ്മിൽ കാണുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എപ്പോഴെന്ന് ജഗൻ ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കും. ജഗൻ പറയുകയാണ് ദിയ വിളിക്കാതിരിക്കുന്നത് കൊണ്ട് എന്തോ പോലെ. എന്തായാലും ഇന്നത്തോടെ അണ്ണന്റെ ആഗ്രഹം സാധിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുകയാണ് ജഗൻ. കുറെ കാണാതെയും വിളിക്കാതെയും ഇരുന്നപ്പോൾ അവളും അടുത്ത് കാണും. അത് അണ്ണന്റെ വെറും തോന്നൽ മാത്രമാണ്. സ്നേഹിക്കുന്ന പെണ്ണിന് നമ്മളെക്കാളും വേദനയായിരിക്കും. നമ്മളെ കാണാതിരിക്കുമ്പോൾ ആ വേദന കൂടും. എന്തായാലും ഇന്ന് ചേച്ചിയുടെ വീടിന്റെ പരിസരത്തേക്ക് നമുക്ക് പോണം. എന്താ നീ ഇന്ന് നമ്മൾ ചെല്ലുമെന്നെങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അതേന്ന് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ബിനു പറയുകയാണ് ഞാൻ അങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടൊക്കെ ചുറ്റുമെന്ന്, അതനുസരിച്ച് ചേച്ചി അണ്ണനെ ചിലപ്പോൾ കാത്തു നിന്നാലോ? ദിയയുടെ അമ്മ അവളെ താക്കീത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനതൊരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് ജഗൻ പറയുമ്പോൾ ബിനു പറയുകയാണ് അതുകൊണ്ട് അവിടത്തേക്കുള്ള പോക്ക് എന്തായാലും മതിയാക്കണ്ട. പിന്നീട് രാഗിണിയുടെ ഫോട്ടോയിൽ
മൊബൈലിലേക്ക് ദീപയുടെ ഫോട്ടോസ് ആരോ മെസ്സേജ് അയക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ജയലാലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രാഗിണി. ദേഷ്യം കൊണ്ട് കലിതുള്ളി നിൽക്കുന്ന രാഗിണിയെ കണ്ട് ജയലാൽ ചോദിക്കുകയാണ്, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതോ ദേ നോക്കിക്കേന്നും പറഞ്ഞ് ഫോൺ കാണിക്കുകയാണ് രാഗിണി. എന്താടാ ഇത്, നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ അല്ലേ ഈ കണ്ടത്? നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ? അറിയായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജയനെ തല്ലുകയാണ് രാഗിണി. അമ്മേ, ദീപ നിരപരാധിയാണ്. രാഗിണി ചോദിക്കുകയാണ്, ഈ കണ്ടത് അവളെ തന്നെയാണല്ലോ, അല്ലാതെ ആരുടെയും തലവെട്ടി മാറ്റിവെച്ചതൊന്നും അല്ലല്ലോ. നീ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, ദീപയെ ചതിച്ചതാണ്. ദീപയല്ല, അവളാണ് നമ്മളെയും നമ്മളെ വീട്ടുകാരെയും എല്ലാവരെയും കൂടി അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് ചതിച്ചത്. വിവാഹം ഉറപ്പിച്ച് വിളിയും തുടങ്ങി. പക്ഷേ ഇന്നത്തോടെ ഞാനിത് അവസാനിപ്പിക്കട്ടെ. ഞാൻ അവളെ ഒന്ന് വിളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് രാഗിണി. ദീപയെ ഫോൺ വിളിച്ച് രാഗിണി പറയുകയാണ്, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഫോണിലേക്ക് നിന്റെ ഫോട്ടോസൊക്കെ വന്നു. ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട, തീർന്നു ഈ ബന്ധം. അത് പറയാനാണ് വിളിച്ചത്. ഇനി എൻ്റെ മോനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അവനുമായിട്ടുള്ള ഫോൺ വിളിയൊക്കെ നിർത്തിക്കൊള്ളണം. അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്നെ പോലെ വൃത്തികെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പെണ്ണിനെ ഈ വീടിന് ആവശ്യമില്ല. എൻ്റെ മോന് ഭാഗ്യമുണ്ട്, ദൈവാധീനവും. അതുകൊണ്ടാണ് ഇത്തിരി വൈകിട്ടാണെങ്കിലും അറിയേണ്ടതൊക്കെ അറിഞ്ഞത്. ഇനി നിന്നോട് സംസാരിക്കുന്നത് പോലും എനിക്ക് അറപ്പാണ്. നിനക്കൊക്കെ പോയി ചത്തൂടെ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് രാഗിണി. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് കരയുകയാണ് ദീപ. എന്തു ചെയ്യണമെന്നറിയാതെ രാഗിണിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ജയലാൽ. അതേസമയം അടുക്കളയിൽ ഭാഗ്യലക്ഷ്മി ദീപയ്ക്കുള്ള ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് വിചാരിക്കുകയാണ്, കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ, ഇനിയിപ്പോ ദിവസവും ഓരോ ഗ്ലാസ് പാലൊക്കെ കുടിക്കട്ടെ. ദീപയുടെ റൂമിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ ദീപ ഡോർ തുറക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി കരുതുകയാണ്, ഇന്ന് നേരത്തെ കിടന്നോ? ഈ സമയത്ത് അവൾ കിടക്കുന്നതല്ലല്ലോ. ഡോർ തുറക്കുന്ന ഭാഗ്യലക്ഷ്മി ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ദീപയെയാണ് കാണുന്നത്. ഇതേസമയം മോളെന്ന് വിളിച്ചുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് ഭാഗ്യലക്ഷ്മി. ഇതെല്ലാം ഭാഗ്യലക്ഷ്മി കണ്ട സ്വപ്നങ്ങളായിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ നിലവിളി കേട്ട് ദീപ ഓടി വന്ന് വാതിൽ തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്നെ എന്തിനാ വിളിച്ചത്? ദീപയൊന്ന് തലോടിയിട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കെന്ത് പറ്റാനാണ്? ഒരു കുഴപ്പവുമില്ല. അമ്മ എന്തിനാണ് നിലവിളിച്ചത്? ഞാൻ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി മോളെ. അന്നേരം ഒരു സ്വപ്നം കണ്ടു. ജയലാലിന്റെ അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മോളെ വേണ്ടാന്ന് പറഞ്ഞുവെന്നും മോൾ അതിനുശേഷം എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ദീപ ചോദിക്കുകയാണ്, ആത്മഹത്യ ചെയ്തുവെന്ന് അല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. ഇനിയിപ്പോൾ ലാലേട്ടൻ എന്നെ വേണ്ടാന്ന് വെച്ചാലും ഞാൻ വേറെ ഒരു വിവാഹം കഴിക്കില്ല. അതിനെന്നെ നിർബന്ധിക്കരുത്. എന്തായാലും അമ്മ സ്വപ്നം കണ്ടതുപോലെയൊന്നും സംഭവിക്കില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കല്യാണം കഴിയുന്നതുവരെ ഇത്തരം സ്വപ്നങ്ങൾ നിരന്തരമായി കണ്ടെന്നു വരും. കാരണം ഭയം ഒരു ഉള്ളിലായി കിടക്കുകയാണ്. ജയലാലിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ പരാതി പറയാൻ ഒരു കാരണവുമില്ല. അവർ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എങ്കിലും മോളുടെ ആ ഫോട്ടോകളൊക്കെ ഇപ്പോഴും പലരുടെയും മൊബൈലുകളിൽ ഉണ്ട്. അത് ആർക്കെപ്പോൾ വേണമെങ്കിലും കാണാം. അവര് നമ്മുടെ സന്തോഷം ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മളെ കരയിപ്പിക്കാനേ ശ്രമിക്കൂ. ജയലാലിനെ പോലെ ഒരു മരുമകൻ ഏതൊരമ്മയുടെയും സ്വപ്നമാണ്. അമ്മ ഒരുപാട് ആഗ്രഹിച്ചു മോള് ജയലാലിനോടൊപ്പം ജീവിക്കുന്നത് കാണാൻ. അതുകൊണ്ട് ഇനി ഈ ബന്ധം നടക്കാതിരിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ പറയുകയാണ്, എനിക്കൊരു ചതി പറ്റി. അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അല്ല നടക്കുന്നതെന്ന് അന്നത്തെ സംഭവത്തോടുകൂടി എനിക്ക് മനസ്സിലായി. നമ്മൾ എത്രയൊക്കെ നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് പലരും ഉൾക്കൊള്ളണമെന്നില്ല. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ നാട്ടുകാരിൽ ചിലരുടെയെങ്കിലും കണ്ണിൽ മോശക്കാരിയായി. പക്ഷെ അപ്രതീക്ഷിതമായി ലാലേട്ടനെ പോലെയുള്ള ഒരാൾ കടന്നു വന്നു എനിക്ക് ആത്മവിശ്വാസം തരാനായി. അകത്ത് വാതിലടച്ചിരുന്ന എന്നെ പുറത്തിറക്കാൻ. എനിക്ക് എന്നെ നോക്കി ചിരിക്കുന്നവരുടെ മുന്നിലൂടെ നടക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല. ഞാൻ അവരുടെ മുന്നിൽ ചൂളാറുമില്ല. അതിനൊക്കെ നന്ദി പറയേണ്ടത് എനിക്ക് ലാലേട്ടനോടാണ്. ദീപയുടെ സംസാരത്തിൽ സന്തോഷിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് ജഗൻ വരുമെന്ന സന്തോഷത്തോടു കൂടി റൂമിൽ നിന്ന് ഒരുങ്ങുന്ന ദിയയാണ്. കണ്ണാടിയൊക്കെ നോക്കിയിട്ട് അത്ര പോരാലോ എന്നും പറഞ്ഞ് വീണ്ടും ഒരുങ്ങുകയാണ് ദിയ. കണ്ണാടി നോക്കി ദിയ കരുതുകയാണ്, അയാൾ വരുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഒരുങ്ങുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? കുറെ നാളുകൂടി കാണുന്നതല്ലേ, ഇത്തിരി സുന്ദരിയായി കണ്ടോട്ടെ. അതേസമയം ജഗന്റെ മുഖത്ത് ക്രീമൊക്കെ ഇട്ട് ജഗനെ ഒരുക്കുകയാണ് ബിനു. ജഗൻ ചോദിക്കുകയാണ്, നീ എന്തിനാടാ എന്നെ എങ്ങനെ ഒരുക്കുന്നത്? പുറത്തോട്ടൊക്കെ പോകുമല്ലേ എണ്ണ, നമുക്ക് വൃത്തിയായിട്ട് പോകാം. ജഗൻ ചോദിക്കുകയാണ്, ഈ രാത്രിയിലോ? അതിനെന്താ, രാത്രി വൃത്തിയായിട്ട് പൊയ്ക്കൂടെ? ഞാൻ പറയുകയാണ്, എടാ എനിക്ക് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. എന്റെ മുഖത്തോട്ട് നോക്കിയാലാണ് മുടിഞ്ഞ വൃത്തികേട്. ഇനിയിപ്പോ എന്റെ മുടിയും മുഖവും ഒക്കെ വൃത്തിയാക്കിയാലും ഞാനിങ്ങനെ ഇരിക്കുവണ്ണ എന്നും പറഞ്ഞ് ജഗനെ ഒരുക്കുകയാണ് ബിനു. എന്നാൽ അണ്ണന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അണ്ണൻ മേക്കപ്പ് ചെയ്താലേ രാജകുടുംബത്തിലെ അംഗമാണെന്നേ പറയൂ. സങ്കടത്തോടെ ജഗൻ പറയുകയാണ്, എടാ സ്നേഹിക്കുന്ന പെണ്ണിന് എന്നെ കാണണ്ട. പിന്നെ എന്തിനാടാ ഞാൻ അങ്ങോട്ട് ഒരുങ്ങി ചമഞ്ഞു പോകുന്നത്?
ജഗന് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ബിനു പറയുകയാണ്, അണ്ണനെന്ന് ഈ കൂതറ കൈലിയൊക്കെ മാറ്റി പാൻറ് ഇട്ടുകൊണ്ട് വേണം പോകാൻ. ജഗൻ ചോദിക്കുകയാണ്, നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാനൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ജഗൻ പറയുകയാണ്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് അവളെ കാണാത്തത് കൊണ്ട് വിശപ്പില്ല, ഉറക്കമില്ല എന്നെങ്ങാനും നീ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും. മിണ്ടാതെ ഇരിക്കുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അണ്ണൻ എന്റെ പണി തീർക്കൂ. എനിക്കതിന്റെ കാര്യമെന്താ? സംശയത്തോടു കൂടി ജഗൻ ചോദിക്കുകയാണ്, നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞതാണ് സത്യം. അണ്ണനെത്തിരി മണമുള്ള സ്പ്രേ ഒക്കെ പൂശി ആ പരിസരത്തു കൂടി പോകുമ്പോൾ അണ്ണന്റെ മണം ആ കാറ്റിലൂടെ ചേച്ചിയുടെ മനസ്സിലേക്ക് എത്തും. അതോടെ ചേച്ചി വാതിൽ തുറക്കും, പുറത്തു വരും. അത്രയ്ക്ക് മണക്കുന്ന സ്പ്രേ ഒന്നുമല്ല ഞാൻ പൂശിയിരിക്കുന്നത്. അണ്ണൻ എന്തുവാ എന്നോട് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ആ പരിസരത്തു കൂടി പോകുമ്പോൾ കാറ്റിനും ചേച്ചിയുടെ മണമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുപോലെ തിരിച്ചും ചേച്ചിക്കും അതുപോലെ തോന്നുമണ്ണ. ഈ പ്രേമിക്കുന്നവരുടെ ഗന്ധമുണ്ടല്ലോ, അത് പരസ്പരം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു നാണം വന്ന് ജഗൻ പറയുകയാണ്, എന്നാൽ പിന്നെ കുറച്ച് സ്പ്രേ കൂടുതൽ പൂശിക്കോ. സ്പ്രേ പൂശുമ്പോൾ ജഗൻ പറയുകയാണ്, മതി ഒരുപാടൊന്നും വേണ്ട, ഇതിന് വല്ലാത്തൊരു രൂക്ഷഗന്ധമാണ്. പ്പിച്ച് നോക്കിയിട്ട് ബിനു പറയുകയാണ്, കുഴപ്പമില്ലണ്ണ, അവിടെ എത്തുമ്പോഴേക്ക് ഡ്രസ്സും സ്പ്രേയും ഒക്കെ ആയിട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. ഇന്ന് എന്തായാലും നാഗത്തിലൊളിച്ച നാഗകന്യക പുറത്തു ചാടും, നമ്മളതിനെ പുകച്ച് പുറത്ത് ചാടിക്കും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.